സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പോയിൻറ്റ്സ് എല്ലാം പഠിച്ചിരുന്നു. ഇപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ ഈ ഭാഗത്തു നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാൻ നീറ്റിനെ. ദി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സർട്ടൻ ഇൻഡക്ടർ ഈസ് 25 മില്ലി ജൂൾ when the current in the inductor is 60 milliampere. This inductor is of inductance. അപ്പോൾ ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട് 25 മില്ലി ജൂൾ എന്ന്. വെൻ കറണ്ട് 60 മില്ലി ആംപിയർ. ഇൻഡക്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ മാഗ്നറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല U = 12LI². നമ്മളിത് പഠിക്കണമെന്ന് പറഞ്ഞിരുന്ന ഫോർമുലയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യനിൽ U തന്നിരുന്നു 25 മില്ലി ജൂൾ എന്ന്. 25 × 10⁻³ ജൂൾ. ദെൻ കറണ്ട് 60 മില്ലി ആംപിയർ ആണ്. 60 × 10⁻³ ആംപിയർ. സെൽഫ് ഇൻഡക്റ്റൻസ് വേണം. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് L = 2U/I² എന്ന് എഴുതാം. 2 × 25 × 10⁻³ 60 × 10⁻³ the whole square. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 500/36 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് 13.89 ഹെൻറി എന്ന് കിട്ടുന്നു. നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലോങ് സോളിനോയിഡ് ഹാസ് 1000 turns when a current of 4 ampere flows through it. Magnetic flux linked with each turn of the solenoid is 4 × 10⁻³ Weber. The self-inductance of the solenoid is 2016 ക്വസ്റ്റ്യനാണ്. ഒരു സോളിനോയിഡിന് 1000 ടേൺസ് ഉണ്ട്. അതിൽ 4 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നു. ഓരോ ടേണുമായിട്ടും ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഈസ് 4 × 10⁻³ ദെൻ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി സോളിനോയിഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ I തന്നിട്ടുണ്ട് 4 ആംപിയർ, N 1000, 50 ദാറ്റ് ഈസ് ഒരു ടേണുമായിട്ട് ലിങ്ക് ചെയ്ത ഫ്ലക്സ് 4 × 10⁻³ വെബർ. ദെൻ നമുക്കറിയാവുന്ന ഫോർമുല ടോട്ടൽ ഫ്ലക്സ് = L × I. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ. ദാറ്റ് ഈസ് N × 50 = L × I. ദെൻ L = N50/I. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 1000 × 4 × 10⁻³ ഡിവൈഡഡ് ബൈ 4, 1 ഹെൻറി. ഈ ക്വസ്റ്റ്യൻ 2013 ചോദിച്ചതാണ്. എ കറണ്ട് 2.5 ആംപിയർ ഫ്ലോസ് ത്രൂ എ കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് 5 ഹെൻറി. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് തന്നിട്ടുണ്ട്, സെൽഫ് ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്. 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് I 2.5 ആംപിയർ, L 5 ഹെൻറി. 5 = L × I. That is 2.5 × 5, 12.5. ഓക്കെ. അപ്പോൾ ഫ്ലക്സ് 5 = 12.5 വെബർ എന്ന് കിട്ടുന്നു. ഒറ്റയടിക്ക് നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഈ ടൈപ്പ് 2-3 തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കാം. എ കണ്ടക്റ്റിംഗ് സർക്കുലർ ലൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B = 0.25 Tesla with its plane perpendicular to the loop. The radius of the loop is made to shrink at a constant rate 1 mm/second. The induced EMF when the radius is 2 cm is. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. ഒരു കണ്ടക്റ്റിംഗ് കറണ്ട് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നു. കണ്ടക്റ്റിംഗ് കറണ്ട് ലൂപ്പ്, കറണ്ട് പോകുന്ന ഒരു ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നു. EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് തന്നിട്ടുണ്ട് 0.25 ടെസ്ല. ഇനി അത് വെച്ചിരിക്കുന്നത് ഇറ്റ്സ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൂപ്പ്. ലൂപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിൻ്റെ പ്ലെയിൻ വെച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് ദി ലൂപ്പ് ഈസ് മെയ്ഡ് ടു ഷ്രിങ്ക് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ആ ലൂപ്പിൻ്റെ റേഡിയസ് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1 mm/second ആണ്. ദെൻ ഇൻഡ്യൂസ്ഡ് EMF വെൻ റേഡിയസ് = 2 cm. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുക. നമുക്കറിയാവുന്ന ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫോർമുല എന്ന് പറയുന്നത് E = -dφ/dt. ഇങ്ങനൊരു
ഫോർമുല നമുക്കറിയാം അല്ലേ, ഇൻഡ്യൂസ്ഡ് EMF is equal to rate of change of flux, then which is equal to minus d by dt of phi equal to b dot a ആണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ b dot a ബി എ കോസ് തീറ്റ എന്ന് വരും. നമ്മുടെ കോയിൽ വെച്ചിരിക്കുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡും കോയിലിൻ്റെ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലറാണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും ഏരിയൽ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി എ കോസ് 0. അപ്പോൾ ബി ഇൻറ്റു എ എന്ന് വരും. സോ ഡി ബൈ ഡി ടി ഓഫ് ബി ഇൻറ്റു, ഇതൊരു കോയിലാണ്, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ പൈ ആർ സ്ക്വയർ എന്ന് എടുക്കുക. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു ബിയും പൈയും കോൺസ്റ്റൻസ് ആണ്, പുറത്തെടുത്തു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ ഇതുപോലത്തെ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ചെയ്യും, അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു പൈ ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു നമുക്ക് ബി 0.025 ഇൻറ്റു 2 ഇൻറ്റു ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതിയാണ്, ആർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ, 2 ഇൻറ്റു 10⁻² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി 1 millimeter per second, ദറ്റ് ഈസ് 1 ഇൻറ്റു 10⁻³ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി 2 ഇൻറ്റു 2 4 ഇൻറ്റു ഇതിനെ 25 എന്നെടുത്താൽ 4 ഇൻറ്റു 25 100 വരും അല്ലേ. അപ്പോൾ 100 ഇൻറ്റു ഇത് 10⁻⁻5 വരുന്നു. പിന്നെ ഇവിടെ ഒരു 10⁻³ വരുന്നു. അപ്പോൾ 10⁻⁻8 എന്ന് വരുന്നു. ദാറ്റ് ഈസ് 10⁻⁻6 എന്ന് വരുന്നു. ഇവിടെ ഒരു പൈ ഉണ്ടായിരുന്നു അല്ലേ, ഇൻറ്റു ഒരു പൈ ഉണ്ട്, പൈ വിട്ടു പോകരുത്, ദാ ഈ പൈ. സോ പൈ ഇൻറ്റു 10⁻⁻6 ദാറ്റ് ഈസ് പൈ മൈക്രോ വോൾട്ട് എന്ന് പറയും. ഓപ്ഷനിൽ ഒരു പൈ മൈക്രോ വോൾട്ട് ഉണ്ട്, അതാണ് ആൻസർ. വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് 2009 ചോദിച്ചതാണ്. A conducting circular loop is placed in a uniform magnetic field 0.04 Tesla with its plane perpendicular to the magnetic field. The radius of the loop starts shrinking at 2 millimeters per second. The induced EMF in the loop when the radius is 2 centimeters. അതായത് തൊട്ട് മുമ്പ് 2009 ചോദിച്ച ഈ ക്വസ്റ്റ്യനെ കുറച്ച് മാറ്റിയിട്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് 2010 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് മാറ്റിയാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇതേ ക്വസ്റ്റ്യൻ അല്ലേ, ഒരു സർക്കുലർ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഫീൽഡ് സ്ട്രെങ്ത് മാറ്റിയിട്ടുണ്ട്, റേഡിയസ് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്, അത് മാറ്റിയിട്ടുണ്ട് 2 millimeters/second. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ 1 millimeters/second ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കുക, ബി തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 0.04 ടെസ്ല, റേഡിയസ് 2 സെൻറ്റിമീറ്റർ, റേഡിയസ് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് 2 millimeters/second. നമുക്ക് വേണ്ടത് ഇ എം എഫ് ആണ്. ഇ എം എഫ് ഈക്വൽ ടു d∅/dt ആണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഫൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും, ബി ഇൻറ്റു എ കൊടുക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്കിനി ഇപ്പം തന്നെ ഒറ്റയടിക്ക് ആൻസർ പറയാൻ പറ്റും. ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്, d/dt ഓഫ് ബി ഇൻറ്റു എക്ക് പൈ ആർ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ശരിക്കും ആൻസർ നമുക്ക് ഇപ്പം തന്നെ ഓർമ്മയുണ്ട്, ബി പൈ ഇൻറ്റു ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2r dr/dt തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയതാണ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഈസ് ഈക്വൽ ടു ബി 0.04 ഇൻറ്റു പൈ ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് 2 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 10⁻² ഇൻറ്റു dr/dt എന്ന് പറഞ്ഞാൽ 2 millimeter, 2 ഇൻറ്റു 10⁻³ meter/second എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ എത്ര വരുന്നു നോക്ക്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കിവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 4 32 അല്ലേ, 32. പിന്നെ ഇവിടെ 10⁻³ ഇൻറ്റു -2 10⁻⁻5 ആവുന്നു. ഇവിടെ ഒരു -2 ഉണ്ട്, 0.04 ഞാൻ 4 എന്നല്ലേ എഴുതുക. അപ്പോൾ 10⁻⁻7 ഇൻറ്റു ഒരു പൈ ഉണ്ട്, പൈ വിട്ടു പോകരുതേ. അപ്പം ഞാനിവിടെ 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 4 32 എന്നെടുത്തു. ദെൻ 10ൻ്റെ പവേഴ്സ് എല്ലാം -3 -2 അത് -5 ആയി. ഇവിടെ ഒരു -2 വരും, 10⁻² -7 പിന്നെ പൈ. അപ്പോൾ ഇനി ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ 3.2 പൈ
ഇൻറ്റു ഇവിടെ നോക്കി 3.2 ഒരു -1 ഇങ്ങനെ എടുത്ത് അപ്പോൾ 10⁻⁻6 ഇത് 3 വോൾട്ടാണ്. അതായത് 3.2 പൈ മൈക്രോ വോൾട്ട് എന്നൊരു ഓപ്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഓപ്ഷനും കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ അതനുസരിച്ച് റീഅറേഞ്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ 2008 ചോദിച്ചത് എ ലോങ് സോളിനോയിഡ് ഹാസ് 500 ടേൺസ് when a current of 2 ampere is passed through it. Resulting magnetic flux linked with each turn of the coil is 4 into 10⁻³ Weber. Self-inductance of the solenoid is. ഇതെല്ലാം മുമ്പ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ടേൺസ് 500, കറണ്ട് 2 ആംപിയർ, 50, അതായത് ഒരു ടേണുമായിട്ട് ലിങ്ക് ചെയ്ത ഫ്ലക്സ് 4 into 10⁻³ വെബർ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എന്തെഴുതാം? n into 5, 50 = L into I എന്ന് എഴുതാം. ദെൻ L is equal to N50/I എന്ന് വരുന്നു. ദാറ്റ് ഈസ് 500 into 4 into 10⁻³ divided by 2. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 2ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 2 into 500 1000 into 10⁻³ ചെയ്യുമ്പോൾ 1.0 ഹെൻറി എന്ന് കിട്ടുന്നു. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും കിട്ടും. ഇത് 2001 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫോർ എ കോയിൽ ഹാവിങ് L = 2 മില്ലി ഹെൻറി, കറണ്ട് flow through it is I = T² e⁻⁻t. Then the time at which the EMF becomes 0. ഒരു സെൽഫ് ഇൻഡക്റ്റൻസും തന്നു, കറണ്ടിൻ്റെ ഒരു ഇക്വേഷനും തന്നിരിക്കുകയാണ്. ദെൻ EMF 0 ആകുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം അറ്റ് വിച്ച് EMF becomes 0. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു I തന്നിട്ടുണ്ട്, T² e⁻⁻t എന്ന്. EMF 0 ആകുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. EMF L into di/dt ആണ്. അപ്പോൾ ഇത് 0 ആകാമെന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് 0 ആകത്തില്ല. അപ്പോൾ നമുക്കാകുന്നത് di/dt എന്താകാൻ പറ്റും? 0 ആകാം. di/dt 0 ആണ് അല്ലേ? EMF 0 ആകണമെങ്കിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പ്രഷനിൽ നിന്ന് di/dt കണ്ടുപിടിച്ച് 0 എന്ന് കൊടുക്കാം. സോ d/dt ഓഫ് T² into e⁻⁻t. ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ T² അതുപോലെ വെച്ചു, സെക്കൻഡ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. e⁻⁻t ചെയ്യുമ്പോൾ e⁻⁻t തന്നെ കിട്ടുന്നു. പ്ലസ് അടുത്ത എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2t ആവുന്നു T². ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ എഴുതുന്നു. ഇത് 0 ആകണം അല്ലേ? സോ വി ക്യാൻ റൈറ്റ് T² e⁻⁻t പ്ലസ് 2t e⁻⁻t = 0. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. T² e⁻⁻t = -2t e⁻⁻t എന്ന് വരുന്നു. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു? നമുക്കിവിടെ e⁻⁻t ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നു. ദെൻ T² = 2t എന്ന് വരുന്നു. ദെൻ ഇവിടെ നമുക്ക് t കട്ട് ചെയ്യുമ്പോൾ ഒരു t കട്ട് ചെയ്യുന്നു. t = 2 seconds എന്ന് വരുന്നു. ശരിയല്ലേ? ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ e⁻⁻t ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ മൈനസിൻ്റെ പ്രശ്നം അവിടെ സോൾവ് ആവും. അതായത് ഇതാ ഇവിടെ T² ഇൻറ്റു e⁻⁻t ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e⁻⁻t ഈ -t ചെയ്യുമ്പോൾ നമുക്കൊരു -1 വരുന്നുണ്ട്. ആ -1 ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ഇവിടെ ഒരു മൈനസ്. അപ്പോൾ 2 മൈനസ് കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 93 ചോദിച്ചത് വാട്ട് ഈസ് ദി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ വിച്ച് പ്രൊഡ്യൂസസ് 5 volt when the current changes from 3 ampere to 2 ampere in 1 millisecond. വാട്ട് ഈസ് ദി സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? EMF തന്നിട്ടുണ്ട് 5 volt ആണ്. കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് 3 to 2 ampere ആണ്. എടുക്കുന്ന ടൈം 1 millisecond. ഇത് ചെയ്യാം. EMF 5 volt ആണ്. ടൈം 10⁻³ seconds ആണ്. കറണ്ട് 3 ആംപിയറിൽ നിന്ന് 2 ആംപിയർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് വേണ്ടത്. = നമുക്കറിയാം ഫോർമുല L into di/dt ആണല്ലേ? അപ്പോൾ ഇവിടെ L വേണം. L എന്ന് പറയുന്നത് E/di/dt.
ഇനി നമുക്ക് ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇ എന്ന് പറയുന്നത് 5 ആണ്. 5/di കറണ്ടിൻ്റെ ചേഞ്ച് 3 ആംപിയറിൽ നിന്ന് 2 ആംപിയറിലേക്ക്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 3 - 2 1 ഡിവൈഡഡ് ബൈ dt എന്ന് പറയുന്നത് എടുത്ത ടൈം 10⁻³ സെക്കൻഡ്സ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 10⁻³ അപ്പോൾ ഇൻറ്റു 10⁻³ 1 ഡിവൈഡഡ് ബൈ 10⁻³ എന്ന മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ 5 × 10⁻³ ദാറ്റ് ഈസ് 5 മില്ലി ഹെൻറി എന്ന ആൻസർ കിട്ടും. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If the number of turns per unit length of a coil of solenoid is doubled, the self-inductance of the solenoid will, അതായത് ഒരു സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് സ്മോൾ ലെറ്റർ n ആണ്, അത് ഡബിൾ ചെയ്താൽ സെൽഫ് ഇൻഡക്റ്റൻസിന് എന്ത് ചേഞ്ച് വരുന്നു എന്നാണ്. അപ്പോൾ ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. L = μ0 μr n² A × L. അതിലെ n ആണ്, n² എന്ന് എടുത്തിരിക്കുന്ന n ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² എന്നാണ്. സോ n ഡബിൾ ആക്കി കഴിഞ്ഞാൽ n² എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ബിക്കംസ് 4 ടൈംസ്. നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ. നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.